സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പ്രചാരണം ഈ കഴിഞ്ഞ നിയമസഭാ മീറ്റിംഗിൽ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ സാറ് ഒരു തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് എൽ ഡി എഫ് സർക്കാരിനെ അനുകൂലിക്കുന്ന അണികളും ഇവരൊറ്റ വാക്കിൽ പറയുന്ന കാര്യമാണ് 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടാണ് LDF സർക്കാർ സ്ഥാനമൊഴിഞ്ഞതെന്ന്. UDF സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഈ ഒരു 6000 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പല വികസനങ്ങളും കേരളത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പല രീതിയിലും ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ നിയമസഭാ മീറ്റിംഗിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു 6000 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് UDF സർക്കാർ ചെയ്യണം. ഫിനാൻസ് മന്ത്രി കൂടി ആയിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ ഇതിനൊരു തീരുമാനത്തിൽ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നും ഈ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വി സതീശൻ സാറ് ഒരു കാര്യം ഈ ഒരു നിയമസഭാ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടാണ് LDF സർക്കാർ അധികാരമൊഴിഞ്ഞത്. UDF സർക്കാരിന് ഈ ഒരു 6000 കോടി രൂപ എടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം വന്നപ്പോൾ അതിനെ നമ്മുടെ മുഖ്യമന്ത്രി വി സതീശൻ സാർ നേരിട്ട ഒരു രീതി ഉണ്ട്. അതായത് ഇപ്പോൾ 50,000 രൂപ ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് 25,000 രൂപയോളം വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവുണ്ട്. അതായത് വീട്ടിലേക്കുള്ള പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കുക, പാല് വാങ്ങിക്കുക, മീൻ ഇറച്ചി വാങ്ങിക്കുക, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുക, വാട്ടർ ബില്ല് കൊടുക്കുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു വ്യക്തി ഈ ഒരു പ്രതിമാസം ഇതൊന്നും കൊടുക്കാതെ തന്റെ 50,000 രൂപ കിട്ടിയ ആ ഒരു ശമ്പളം മുഴുവനും തന്റെ പോക്കറ്റിൽ വെച്ചിട്ട് എന്റെ കയ്യിൽ 50,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഒരു ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ 50,000 രൂപ അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ള പൈസ മൊത്തം പിടിച്ചു വെച്ചതിന് ശേഷം ഇത്ര പൈസ വെച്ചിട്ടാണ് സർക്കാർ പോയതെന്ന് പറഞ്ഞാൽ അടുത്ത സർക്കാരിന് വരുമ്പോൾ ഇത് തോന്നിയ ഓണെടുത്ത് ചെലവാക്കാൻ പറ്റുമോ? അതായത് കൊടുക്കേണ്ടടുത്തൊക്കെ ഈ കൊടുക്കാനുള്ള പൈസകൾ മൊത്തം കൊടുക്കണം. അതായത് ഈ പറയുന്ന 6000 കോടി രൂപയോളം ട്രഷറിയിൽ ബാക്കിയുണ്ടെങ്കിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി ചോദിച്ചൊരു കാര്യമാണ്, സപ്ലൈകോക്ക് കൊടുക്കാനുള്ള 2500 കോടി രൂപയോളം വരുന്ന പൈസ എന്തുകൊണ്ട് കൊടുത്തില്ല? പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട ഹോസ്പിറ്റൽ ചെലവുകൾ അതെന്തുകൊണ്ട് കൊടുത്തില്ല? പിന്നോക്ക സമുദായത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട 400 കോടി രൂപയോളം എന്തുകൊണ്ട് കൊടുത്തില്ല? ലോക്കൽ ബോഡിയിലേക്ക് അടക്കേണ്ട പൈസ പോലും അടക്കാത്തൊരു LDF സർക്കാരിന് എങ്ങനെയാണ് 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് എന്ന് പറയാൻ സാധിക്കുന്നത്? കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എടുത്തു ചോദിക്കുന്നുണ്ട്. പല രീതിയിലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പൈസയുടെ കണക്ക്, അതായത് 6000 കോടി രൂപയുടെ ഈ ഒരു കണക്ക് പല രീതിയിലും വീഡിയോസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഏകദേശം 30,000 കോടി രൂപയോളം കടബാധ്യത വരുത്തി വെച്ചിട്ടാണ് ഈ ഒരു സർക്കാർ അധികാരം ഒഴിഞ്ഞത്. UDF സർക്കാരിന് അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സാമ്പത്തിക ഭദ്രത ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ ജനങ്ങൾ അനുവദിച്ച് കൊടുത്തേ പറ്റൂ. അതായത് അവർക്ക് സാമ്പത്തിക ഭദ്രത ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് വി സതീശൻ സാറും ഈ പറയുന്ന UDF സർക്കാരും കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അധികം വൈകാതെ തന്നെ കേരളത്തിലെ സാമ്പത്തിക ഭദ്രത ഉയർത്താനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാനും ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പയിൻ രൂപീകരിക്കാനും. അപ്പൊ ഇത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയേണ്ടതും ഷെയർ ചെയ്യേണ്ടതും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്